ഷാർജയിലെ അതുല്യയുടെ മരണത്തിൽ ഭർത്താവ് സതീഷിനെ കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ സതീഷിനെ രാവിലെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വലിയതുറ പോലീസ് സതീഷിനെ കൊല്ലം ക്രൈംബ്രാഞ്ചിന് കൈമാറി. മുൻകൂർ ജാമ്യം ലഭിച്ച അടിസ്ഥാനത്തിലാണ് സതീഷ് നാട്ടിൽ വന്നതെന്നും വെള്ളിയാഴ്ച വരെ ജാമ്യമുണ്ടെന്നും അഭിഭാഷകൻ പറഞ്ഞു. സതീഷുമായി ക്രൈംബ്രാഞ്ച് സംഘം കൊല്ലത്തേക്ക് പുറപ്പെട്ടു. പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇക്കാര്യത്തിൽ എന്റെ മകളെ അവന് കൊലപ്പെടുത്തി എന്നാണ് എന്റെ വിശ്വാസം. ഒരു പക്ഷേങ്കിലേ ഇത് ഹാങ് ആണെങ്കിലും അവളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചതായിരിക്കും. അത്ര ക്രൂരമായിട്ട് അവളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടുന്ന പോലീസ് അവനെ കസ്റ്റഡിയിലെടുത്ത് അത് ചോദ്യം ചെയ്തത് അതിന്റെ സത്യാവസ്ഥ തെളിയിച്ചെടുക്കണം. ഇതുവരെയുള്ള പോലീസിന്റെ അന്വേഷണം തൃപ്തികരമായിട്ട് തന്നെ പോകുന്നത്. എന്റെ അഭിപ്രായത്തിൽ അക്കാര്യത്തിൽ നമ്മുടെ കേരള പോലീസ് കൃത്യം അവർ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. എന്താണെന്നുള്ളത് അതെനിക്ക് ഉറപ്പാണ്. അതിനെപ്പറ്റി പിന്നെ അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ആലോചിച്ചിന് അതിനുശേഷം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പം പറയാനൊക്കെ തന്നെ. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സിജോ, ഇന്ന് രാവിലെയാണ് സതീഷ് ഷാർജയിൽ നിന്ന് നാട്ടിലെത്തിയത്. ക്രൈംബ്രാഞ്ച് സംഘം കൊല്ലത്തുനിന്ന് ക്രൈംബ്രാഞ്ച് സംഘം എപ്പോഴാണ് എത്തിയത്? പോലീസ് ക്രൈംബ്രാഞ്ചിന് ഇയാളെ കൈമാറിയോ? എന്തൊക്കെ വിവരങ്ങൾ നൽകാനുണ്ട്? 11:30യോടെയാണ് കൊല്ലത്ത് നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘം എത്തുന്നത്. ഇവരെ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൊല്ലത്തേക്ക് സതീഷുമായി സംഘം തിരിച്ചിട്ടുണ്ട്. ഇയാൾ ഇവിടെ എത്തി എമിഗ്രേഷൻ വിഭാഗമാണ് പിടികൂടുന്നത്. അതിനുശേഷം ഈ സതീഷിനെ വലിയതുറ പോലീസിനെ കൈമാറുകയായിരുന്നു. അവരാണ് ഈ അന്വേഷണ സംഘത്തെ അറിയിക്കുകയും തുടർന്ന് വന്ന കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് കൊല്ലം ജില്ലാ സെഷൻസ് കോടതി ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ സാങ്കേതികമായി ഇനി അറസ്റ്റ് രേഖപ്പെടുത്തും. അതിനുശേഷം സതീഷിനെ വിട്ടയക്കും. പിന്നീട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെടും. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരുത്തുക, കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്ന നടപടികളിലേക്ക് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് സംഘം കടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഈ ജാമ്യ ഉത്തരവിലെ കോടതിയിലെ ചില നിരീക്ഷണങ്ങളുണ്ട്, ഓർഡറിൽ പറയുന്ന കാര്യങ്ങളുണ്ട്. അത് സതീഷിനെ സംബന്ധിച്ചിടത്തോളം സതീഷിന് ആശ്വാസകരമാണ്. പക്ഷേ ഈ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇയാൾക്കെതിരെ കൊലപാതക കുറ്റമാണ് ചുമത്തിയിരുന്നത്. ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതി പ്രധാനമായും പരിഗണിച്ചത് ചില റിപ്പോർട്ടുകളാണ്. അത് ഒന്ന് ഇയാളുടെ ഈ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊരു തൂങ്ങി മരണമാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇയാളെ കൊലപ്പെടുത്തിയതാണ് എന്ന് സംബന്ധിച്ച് കൃത്യമായി ഇതുവരെയും ഒരു തെളിവുകളും ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുകയായിരുന്നുവെങ്കിൽ ദുബായ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും മറ്റു തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തേനെ. ആ ഒരു കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അത്തരത്തിലുള്ള തെളിവും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നതെന്ന് കോടതി ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ ശാസ്ത്രീയ തെളിവുകൾ, ഇതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ പരിശോധിക്കുക. ആ ഘട്ടത്തിൽ ഇയാളെക്കെതിരെ എന്തെങ്കിലും കൊലപാതകം നടത്തിയെന്ന് തെളിവുകൾ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാളുടെ ജാമ്യം റദ്ദാക്കാനുള്ള നടപടികളിലേക്ക് കോടതി പോകും. അത്രയും നാൾ ഇയാൾക്ക് മുൻകൂർ ജാമ്യം തുടരട്ടെ എന്നുള്ള ഒരു കാര്യമാണ്. അത് ഇരിക്കട്ടെ, മുൻകൂർ ജാമ്യത്തിൽ തന്നെ പോകട്ടെ എന്നുള്ളൊരു നിലപാടാണ് കോടതി സ്വീകരിച്ചത്. അപ്പോൾ ചോദ്യം ചെയ്യലൊക്കെ എങ്ങനെയായിരിക്കും സിജോ? ഇന്നിപ്പോ ഇവയാളെ കൊണ്ടുപോകും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇയാളുടെ സാങ്കേതികമായ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിനുശേഷം അയാളെ വിട്ടയക്കും. പിന്നീട് അടുത്ത ദിവസങ്ങളിൽ സതീഷിനോട് ഹാജരാകാനാണ് ആവശ്യപ്പെടുകയാണ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ക്രൈംബ്രാഞ്ച് സംഘം ശേഖരിക്കുകയാണ്. കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് ഒരു ചോദ്യാവലിയൊക്കെ തയ്യാറാക്കി അത്തരം നടപടികളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ചോദ്യം ചെയ്യലിലേക്ക് പോവുക. എന്തായാലും വൈകാതെ തന്നെ അത്തരം നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അയാളുടെ അതേസമയം തന്നെ പോലീസിന്റെ നീക്കത്തിനോടൊപ്പം തന്നെ കതിലയുടെ മാതാപിതാക്കൾ ഇയാളുടെ ഇടക്കാല മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മേൽക്കോടതിയെ സമീപിക്കുന്നുള്ള കാര്യവും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ റദ്ദാക്കുന്ന നടപടികൾ കോടതി പോവുകയാണെന്നുണ്ടെങ്കിൽ, മേൽക്കോടതി സ്വീകരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഇയാൾ വീണ്ടും ജയിലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതല്ല, നിലവിലെ സാഹചര്യം തുടരുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി ചോദ്യം ചെയ്യലിനും എത്തുക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, സതീഷിന് തക്കതായ ശിക്ഷ നൽകണം, പരമാവധി ശിക്ഷ നൽകണമെന്ന് തന്നെയാണ് അതുല്യയുടെ അച്ഛനും അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. അതുപോലെ തന്നെ ഇയാൾക്ക് ഇപ്പോൾ നിലവിൽ ഇടക്കാല ജാമ്യമുണ്ട്. അത് റദ്ദാക്കുന്നതിന് കോടതിയെ സമീപിക്കുന്നതിനെക്കുറിച്ച് നിയമവിദഗ്ധരുമായി ആലോചിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകിയത്.